യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവസാന ശ്രമം എന്ന രീതിയിലാ ഞാനും ഇവളും കൂടി സുശീലയുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. അവരെ ഞങ്ങളെ തല്ലിയില്ലെന്നേ ഉള്ളൂ, അതിനപ്പുറം നാണം കെടുത്തിയെ വിട്ടത്. എങ്ങനെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അവരങ്ങനെയൊക്കെ തന്നെ പെരുമാറുമെന്ന് സച്ചിയേട്ടന് നന്നായിട്ട് അറിയാം. മഞ്ചാടി എങ്ങാനും ഗോകുലേട്ടൻ കല്യാണം കഴിച്ചാലേ അനുചേച്ചി അവര് കൊല്ലാക്കൊല ചെയ്യൂന്ന് ഉറപ്പാ. അത് അനന്തമാഷിന് അറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇതിന് സമ്മതിക്കാത്തത്. എന്നാലും വീട്ടിൽ കയറി ചെന്നൊരു സഹായം ചോദിക്കുമ്പോ അതിനൊരു പരിഗണന തരാനുള്ള മനസ്സലിവ് പോലും ആ സ്ത്രീക്കില്ലല്ലോ. അതാ വല്ലാത്ത കഷ്ടം. അവരിൽ നിന്നേ അത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതിയമ്മേ. ഇനി ഈ കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പായി. നീ അത് മറന്നേക്ക് മോനെ. അവളെ നീ മനസ്സിന്ന് കളയണം. സ്വയം ഇങ്ങനെ നേറി ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് നീ മനസ്സിലാക്കണം. നിങ്ങളോട് പോയതാ? സുശീലയുടെ വീട്ടിൽ പോയ കാര്യം സച്ചിയേട്ടൻ അറിഞ്ഞു കാണൂ. ഞങ്ങൾ അമ്പലത്തിൽ പോയതാ. അതെ, ഗോകുലിന്റെ പേരില് കുറച്ച് വഴിപാട് നടത്താനുണ്ടായിരുന്നു. അവൻ കാര്യങ്ങൾ അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ വഴിപാട് നടത്തിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അങ്ങനെ ഒരു നേർവഴിക്കുള്ള ചിന്ത ഈശ്വരൻ അവന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഓ, കരയല്ലേ? നീ എന്താ മലക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുവാണോ? വിനയേട്ടന്റെ ഒരു തമാശ. ഇതെന്താ ഒരുങ്ങിയിട്ടൊക്കെ? അതൊക്കെ ഉണ്ട്. അച്ഛൻ അമ്മയുടെ അടുത്ത് ആയുർവേദ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നീ വിളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഓടി വന്നത്. വിനയേട്ടൻ വാ. മക്കളെ, ദേ നിങ്ങളുടെ അച്ഛൻ വന്നല്ലോ. ഇന്ന് നമുക്ക് 4 പേർക്കും കൂടെ അടിച്ചു പൊളിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാട്ടോ. ഹോസ്പിറ്റലിൽ പോകാനോ? അതെ. നീ ഇത്രയും നാളും അച്ഛന്റെ കൂടെ അല്ലേ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്? ഇന്നത്തെ എത്ര പ്രത്യേകത? അച്ഛൻ അമ്മയുടെ അടുത്ത് പോയിരിക്കല്ലേ. അതിന് അത് മാത്രല്ല, ഞാൻ വിനേട്ടനോട് പറയാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാ വിനേട്ടനത് ഫീൽ ചെയ്താലോ. പിന്നെ ഞാൻ പോയിട്ട് വന്നു കഴിയുമ്പോ വെറുതെ എന്നെ വഴക്ക് പറയും. നീ എന്തിനു എന്റെ മക്കളെയും കൊണ്ട് എന്നോട് ചോദിക്കാതെ ഹോസ്പിറ്റലിൽ പോയേന്നൊക്കെ ചോദിക്കില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചോദിക്കൂല. നീ വെറുതെ എന്ന് കോലം കേട്ടാതെ നിന്റെ കാര്യം നോക്കി ചേരും. എനിക്ക് എന്റെ വിനേട്ടന്റെയും മക്കളുടെയും കാര്യമല്ലാതെ വേറെ എന്താ നോക്കാനുള്ളത്? വെറുതെ നിന്ന് സമയം കളയാതെ ഒരു മോളെ എടുക്ക വിനേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ? ചുമ്മാ കളിക്കില്ലേ വിനേട്ടാ? ഇതൊക്കെ വിനേട്ടന്റെ വെറുതെ ഉള്ള ജാടയല്ലേ? എനിക്കറിയില്ല എന്റെ വിനേട്ടന്.
എന്നോടും കുഞ്ഞുങ്ങളോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടല്ലേ ഞാൻ വിളിച്ച ഉടനെ വിനേട്ടൻ ഓടി വന്ന് അല്ലേ അല്ലേ അല്ലെങ്കിൽ പറ അല്ലെങ്കിൽ പിന്നെ വിനേട്ടൻ എന്തിനാ വന്ന് അല്ല ശരി ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പോയിട്ട് ഓട്ടോ പിടിച്ചിട്ട് വരാം. എന്തുവാടി കഷ്ടം. ശബരി ഒന്നും തോന്നുന്നു. ആ അച്ഛാ, എനിക്ക് നാളെ കണ്ണൂർ വരെ ഒന്ന് പോണം. എന്തിനാ മോനെ, ബിസിനസിന്റെ ആവശ്യത്തിനാണോ? അതെ, കുറച്ചുനാൾ മുൻപ് കണ്ണൂർ ഒരു ഷോപ്പ് നടത്തിയിരുന്ന ആള് നമ്മുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിയിട്ട് അത് തരാതെ ഷോപ്പ് മറ്റൊരാൾക്ക് വിറ്റിട്ട് ദുബായിക്ക് പോയി. ഓ, അന്ന് ഞാൻ അയാളെ തിരക്കി കണ്ണൂർ ഷോപ്പിൽ ചെന്നപ്പോഴാ അത് മറ്റൊരാൾക്ക് വിറ്റ കാര്യം തന്നെ അറിയുന്നത്. ഓഹോ. ആ കടയുടെ പുതിയ ഓണറോട് നമുക്ക് പണം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ദുബായിൽ പോയ ആള് കോണ്ടാക്ട് ചെയ്യാനൊന്ന് ശ്രമിച്ചെങ്കിലും അത് നടന്നുമില്ല. ഇപ്പൊ അയാൾ എന്തോ ആവശ്യത്തിന് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇപ്പൊ നേരിട്ട് ചെന്ന് സംസാരിച്ചിട്ട് വേണം പണം തിരിച്ചു വാങ്ങാൻ. നീ ഒറ്റയ്ക്കാണോ ശബരി പോകുന്നത്? ആ അതെ. എന്നാ പിന്നെ ധനനെയോ അശോകനെയോ കൂട്ടിക്കൊണ്ട് പോക്കൂടായിരുന്നോ? ആ എന്തിന്? ഇവരെ കൊണ്ടുപോയിട്ട് എന്താ പ്രയോജനം? പിന്നെ ഞാൻ ഇവരെ നോക്കി നടക്കണം, വെറുതെ അധിക ചെലവും. അതെന്താ ശബരി നീ അങ്ങനെ പറഞ്ഞത്? കാശ് തരാതെ മുങ്ങിയവന്റെ കുത്തിന് പിടിച്ച് കാശ് വാങ്ങിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോയ കാര്യം നടക്കില്ല. അതിനെ തന്റെ ഉള്ള ഒരു കൂടെ വേണം. ആ അതുകൊണ്ട് തന്നെയാ നിങ്ങൾ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. രഘുവേട്ടൻ കൂടെ വന്നിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നേനെ. പക്ഷെ ഈ സമയത്ത് രഘുവേട്ടൻ വന്ന ദയക്ക് അവിടെ പെട്ടെന്ന് ആശുപത്രിയിലെങ്ങാനും പോണ്ടി വന്ന അവിടെ ആരും ഇല്ലാതാവും. അതുകൊണ്ട് രഘുവേട്ടനെ കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഒറ്റയ്ക്ക് ചെന്നാൽ അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുമെന്ന് ആലോചിച്ചിട്ട് ഒരാശങ്ക. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അച്ഛാ. ആ കടയുടെ പുതിയ ഓണറൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. ദുബായിൽ നിന്ന് യൂസഫൊക്കെ തിരിച്ചു വരുന്ന കാര്യം എന്നെ അറിയിച്ചത് തന്നെ പുതിയ ഓണറാ. ശബരി, ഏതായാലും നീ ഒറ്റയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കേ ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് പോയിട്ട് വന്നാലോ? ആ അത് ശരി. കിട്ടാനുള്ള കാശിനേക്കാളും കൂടുതൽ ചെലവാക്കാനുള്ള പ്ലാൻ ആണല്ലേ? നീ പറഞ്ഞതാണ് ശരി. എന്നാ പിന്നെ നീ തന്നെ പോയിട്ട് വന്നാ മതി. നീ പോകുന്ന കാര്യം ദയോട് പറഞ്ഞോ? ഇല്ല, ഞാനിന്ന് രഘുവേട്ടന്റെ വീട്ടിൽ പോയിട്ട് പുലർച്ചെ അവിടെ നിന്ന് കണ്ണൂർക്ക് പോകാനാ കരുതിയിരിക്കുന്നത്. അപ്പൊ ദയോട് പറഞ്ഞോളാം.